ആദ്യം തന്നെ നമ്മുടെ ചെവിനെ നോക്കുകയാണെങ്കിൽ ചെവിയുടെ ഒരു എസ് ഷേപ്പാണ്. അത് 1.7 mm ആണ് ഇതിന്റെ ഡയമീറ്റർ. അതുപോലെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത്രയും ചെറിയ ഒരു ഇയർ കനാലാണ് നമുക്കുള്ളത്. അതുപോലെ 2 ബെൻഡ് ഉണ്ട്. നമ്മളൊരു ഇയർ ബഡ്സ് നമ്മുടെ ചെവിയിലോട്ട് ഇടുമ്പോൾ ഫസ്റ്റ് ബെൻഡ് കഴിഞ്ഞ് സെക്കൻഡ് ബെൻഡിലേക്കാണ് കയറി പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ചിലവരുടെ സ്റ്റക്കായിട്ടിരിക്കുക, ചിലവരുടെ ബഡ്സ് കോട്ടൺ അതിനകത്തിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിൽ കാണുന്നതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ പേരൻസ് ഇയർ ബഡ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് തലയാട്ടും, ജെർക്കിങ് മൂവ്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെഡ് ഷേക്ക് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളുടെ ഹിയറിങ് ചെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ബഡ്സ് ഇടുമ്പോൾ പെട്ടെന്ന് അവർക്ക് അത് പെയിൻ ഉണ്ടാവാം, ബ്ലീഡിങ് ഉണ്ടാവാം. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, അത് വലിയ ആൾക്കാർക്കും ഇതേ സെയിം പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചെവി ചൊറിയുമ്പോഴായാലും ചെവിയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ആണെങ്കിൽ ആദ്യം കൈ കിട്ടുന്ന എന്താ? താക്കോലാണെങ്കിൽ താക്കോല്, സ്ലൈഡ് ആണെങ്കിൽ ചിലപ്പോൾ പിന്നായിരിക്കും. ഇതെല്ലാം എടുത്ത് ചെവിയിലിട്ട് കറക്കും. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയിൽ മുറിയാം, അല്ലെങ്കിൽ അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാം. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ പെർഫറേഷൻ ഉണ്ടാവുന്നത്. ചില ആൾക്കാർ ഇപ്പോഴും പഴയ രീതിയിൽ ഓയിലൊക്കെ ചെവിയിൽ ഒഴിക്കുക, ചില പർട്ടിക്കുലറായിട്ട് എണ്ണയൊക്കെ ഇപ്പോഴും പല ആൾക്കാരും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ ചെവിയിൽ ഒഴിച്ചിട്ട് ചെവിയിലിരിക്കുന്ന വാക്സിനെ വെളിയിലോട്ട് കളയാൻ. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ചെവിയിൽ നാച്ചുറലി പ്രൊഡക്ഷനാണ് ഈ സെബം ക്രിയേഷനാണ്, എന്ന് വെച്ചാൽ വാക്സ് വരുന്നത്. ഈ വാക്സ് നമ്മുടെ നാച്ചുറലി ഉണ്ടാവുന്നതിനെ നമുക്ക് നാച്ചുറലി പുറത്ത് തള്ളാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ചില ആൾക്കാരുടെ വാക്സ് എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും, ചിലരുടെ നല്ല ഫ്ലേക്സി ആയിരിക്കും, ചിലരുടെ നല്ല ഓയിലി ആയിരിക്കും. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. സാധാരണ കുഞ്ഞുങ്ങളിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ പെട്ടെന്ന് തിരിച്ച് വരാറുണ്ട്. ചില മുതിർന്ന ആൾക്കാർക്കും വരാറുണ്ട്. മിക്ക കേസുകളിലും ഇപ്പം അങ്ങനെ വരാറില്ല, കാരണം അവർ ഇൻഫെക്ഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് മെയിൻലി കാണുന്നത്. ഒരു 2 to 6 വീക്ക് ഒക്കെ ആകുമ്പോഴത്തേനും നോർമലി ഡോക്ടറിനെ ENT കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ അവർ മെഡിസിൻസ് ഒക്കെ തന്നാൽ ഒരു 2 to 6 വീക്കിനകം അത് റിക്കവർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇതൊക്കെ എന്നാ യൂസ് ചെയ്യുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. വീട്ടിൽ ചെയ്യുന്ന ഈ പൊടിപ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കി നിങ്ങൾ ENT തന്നെ കണ്ട്, അല്ലെങ്കിൽ ഹിയറിംഗ് ലോസോ അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കൺസൾട്ടേഷൻ സീക്ക് ചെയ്യേണ്ടതാണ്.